സ്പൈഡർമാൻ്റെ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് സോണിയുടെയും മാർവലിൻ്റെയും ഡീൽ എന്താണ്? മാർവലിലെ തന്നെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ റൈറ്റ്സ് ഉള്ളത് സ്പൈഡർമാനാണ്. കുറച്ച് വർഷങ്ങളായിട്ട് ഇൻഫിനിറ്റി സ്റ്റോൺസ് പോലെ തന്നെ മാർവൽ ഓരോ കഥാപാത്രങ്ങളുടെയും റൈറ്റ്സ് തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ മാർവലിന് സോണിയുടെ കയ്യിൽ നിന്ന് സ്പൈഡർമാൻ്റെ റൈറ്റ്സ് മാത്രം തിരിച്ചു പിടിക്കാൻ പറ്റാത്തത് എന്താണ്? സോണിയുടെ കൈവശം റൈറ്റ്സ് ഉള്ള സ്പൈഡർമാൻ എങ്ങനെയാണ് ഡിസ്നി ഓൺ ചെയ്യുന്ന മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ അപ്പിയർ ചെയ്യുന്നത്? ശരിക്കും ആരാണ് സ്പൈഡർമാൻ്റെ റൈറ്റ്സ് ഹോൾഡ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. സ്പൈഡർമാൻ്റെ റൈറ്റ്സിന് സോണിക്കും മാർവലിനും അവകാശമുണ്ട്. സ്പൈഡർമാൻ്റെ എല്ലാ ലൈവ് ആക്ഷൻ സിനിമാറ്റിക് റൈറ്റ്സും സോണിയുടെ കൈവശമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ സംശയം എങ്ങനെയാണ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ സ്പൈഡർമാൻ അപ്പിയർ ചെയ്യുന്നത് എന്നല്ലേ? അതിനുള്ള കാരണം സോണിയും മാർവലും തമ്മിലുള്ള ഡീലാണ്. ഇവർ തമ്മിലുള്ള ആനിമേഷൻ റൈറ്റ്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. സ്പൈഡർമാൻ കേന്ദ്ര കഥാപാത്രമായ ഒരു ആനിമേഷൻ ഫിലിം 44 മിനിറ്റിന് മുകളിലായാൽ അതിൻ്റെ റൈറ്റ്സ് സോണിക്ക് അവകാശപ്പെട്ടതാണ്. 44 മിനിറ്റ് താഴെയായാൽ ഡിസ്നിക്കും. 2009 ഒരു ഡീല് പ്രകാരമാണ് ഈ റൈറ്റ്സ് സോണി മാർവലിന് നൽകിയത്. അതുപോലെ തന്നെ കോമിക് വേൾഡിലെ പ്രധാനപ്പെട്ട ഒന്നാണ് മെർച്ചൻഡൈസ്. ആക്ഷൻ ഫിഗേഴ്സിൻ്റെയും ടീഷർട്ടിൻ്റെയും പോസ്റ്റേഴ്സിൻ്റെയും തുടങ്ങിയ എല്ലാത്തിൻ്റെ റൈറ്റ്സും ഡിസ്നി മാർവലിൻ്റെ കയ്യിൽ തന്നെയാണ്. 2011 ഡിസ്നി സോണിയുടെ കയ്യിൽ നിന്ന് ഈ മെർച്ചൻഡൈസ് റൈറ്റ്സ് സ്വന്തമാക്കിയത്. പിന്നെ സ്പൈഡർമാൻ്റെ കോമിക് ബുക്സിൻ്റെ റൈറ്റ്സ് തുടക്കം മുതലേ തന്നെ മാർവൽ തന്നെയാണ് ഓൺ ചെയ്തത്. അതെന്തായാലും സോണിക്ക് വിൽക്കാതിരുന്നത് മാർവലിൻ്റെ മികച്ച തീരുമാനങ്ങളൊന്നാണ്. 1996 സോണി മാർവലിൻ്റെ കയ്യിൽ നിന്നും സ്പൈഡർമാൻ്റെ റൈറ്റ്സ് സ്വന്തമാക്കിയത്. അതിലെ ഡീൽ പ്രകാരം 5 വർഷം കൂടുന്തോറും സ്പൈഡർമാൻ്റെ ഒരു സിനിമ ചെയ്തില്ലെങ്കിൽ ആ ലൈവ് ആക്ഷൻ മൂവി റൈറ്റ്സ് തിരിച്ച് മാർവലിൽ തന്നെ എത്തിച്ചേരും. ഈ കാരണം കൊണ്ടാണ് സോണിക്കും സാം റൈമിയുടെ സ്പൈഡർമാൻ ട്രയോളജിക്ക് ശേഷം അമേസിംഗ് സ്പൈഡർമാൻ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടി വന്നത്. അതുപോലെ തന്നെ ഈ ഡീലിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. സ്പൈഡർമാൻ സിനിമയിൽ യൂസ് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട ഗൈഡ് ലൈൻസും മാർവൽ സോണിക്ക് നൽകിയിട്ടുണ്ട്. സ്പൈഡർമാൻ എന്ന ക്യാരക്ടർ ഒരിക്കലും ഗേയോ ട്രാൻസ്ജെൻഡറോ ആവാൻ പാടില്ല. സ്ട്രെയിറ്റ് ആയിരിക്കണം. ടോർച്ചർ ചെയ്യാനോ ചെയ്യപ്പെടാനോ പാടില്ല. ഡ്രഗ്സും ആൽക്കഹോളും യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഭൂരിഭാഗം സ്പൈഡർമാൻ മൂവീസും PG-13 റേറ്റിംഗിലായിട്ടുള്ളത്. സോണിക്ക് സ്പൈഡർമാൻ എന്നത് പൊന്മുട്ട ഇടുന്നൊരു താറാവാണ്. അതുകൊണ്ട് അത്ര ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവാതെ സോണി ഒരിക്കലും മാർവലിന് തൻ്റെ സ്പൈഡർമാൻ്റെ റൈറ്റ്സ് തിരിച്ചു കൊടുക്കില്ല. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.